ഹായ് ഓൾ, എല്ലാവർക്കും QSPSC SLP സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഡിഗ്രി ലെവൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. 2025 ഓഗസ്റ്റ് മാസം നടന്ന SI മെയിൻസ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 109/2025. അപ്പം വരുന്ന കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് മുതലായ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർ തീർച്ചയായിട്ടും നോക്കിയിരിക്കേണ്ട ക്വസ്റ്റ്യൻ പേപ്പറാണ്. നമുക്ക് ചോദ്യങ്ങൾ നോക്കിയാലോ. ആദ്യത്തെ ചോദ്യം, ഉണ്ണിയാടി ചരിതം എഴുതിയത് ആര്? ഓപ്ഷൻ ബി, ദാമോദര ചാക്യാർ. ഉണ്ണിയാടി ചരിതം എഴുതിയതാരാണ്? ദാമോദര ചാക്യാർ. ബഹിഷ്കൃത് ഭാരത് എന്ന ജേണൽ ആരംഭിച്ചതാരാണ്? ഓപ്ഷൻ എ, BR അംബേദ്കർ. ബഹിഷ്കൃത് ഭാരത് എന്ന ജേണൽ ആരംഭിച്ചത് ആരാണ്? BR അംബേദ്കർ. 3. വിപ്ലവകാലത്ത് ബോൾഷെവിക്കുകളുടെ പ്രധാന മുദ്രാവാക്യം എന്തായിരുന്നു? ഓപ്ഷൻ സി, സമാധാനം ഭൂമി അപ്പം. വിപ്ലവകാലത്ത് ബോൾഷെവിക്കുകളുടെ പ്രധാന മുദ്രാവാക്യം ഏതായിരുന്നു? ഓപ്ഷൻ സി, സമാധാനം ഭൂമി അപ്പം. ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്? റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടതായിരുന്നു അല്ലേ. ബോൾഷെവിക്കുകളുടെ നേതാവ് ആരാണ്? ലെനിൻ ആയിരുന്നു ബോൾഷെവിക്കുകളുടെ നേതാവ്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം ഏത് വിപ്ലവത്തിൻ്റെ മുദ്രാവാക്യമായിരുന്നു? ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ മുദ്രാവാക്യമായിരുന്നു സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. 4. ചോദ്യം, ദേശീയ സുരക്ഷാ സേന NSG ഏത് കേന്ദ്ര മന്ത്രാലയത്തിന് കീഴിലാണ് പ്രവർത്തിക്കുന്നത്? ഓപ്ഷൻ ബി, ആഭ്യന്തര മന്ത്രാലയം. ദേശീയ സുരക്ഷാ സേന ഏത് കേന്ദ്ര മന്ത്രാലയത്തിന് കീഴിലാണ് പ്രവർത്തിക്കുന്നത്? ഓപ്ഷൻ ബി, ആഭ്യന്തര മന്ത്രാലയം. ചോദ്യം 5, താഴെ പറയുന്ന ഏത് മർദ്ദവലയത്തിലാണ് ശാന്തമായ വായുചലനങ്ങൾ ഉള്ള പ്രദേശമായ ഡോൾഡ്രംസ് കാണപ്പെടുന്നത്? ഡോൾഡ്രംസ് കാണപ്പെടുന്നത് എവിടെയാണ്? ഓപ്ഷൻ ബി, ഭൂമധ്യരേഖ താഴ്ന്ന മർദ്ദവലയം. ഏതാണ്? ഭൂമധ്യരേഖ താഴ്ന്ന മർദ്ദവലയം. ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റിലാണ് ഡോൾഡ്രംസ് കാണുന്നത്. അടുത്ത ചോദ്യം, താഴെ പറയുന്ന നദികൾ പരിഗണിക്കുക. വിള്ളൽ താഴ്വരയിൽ ഒഴുകുന്ന നദികൾ തിരഞ്ഞെടുക്കുക. ഏതാണ്? ഓപ്ഷൻ ബി ആണ് 2ഉം 3ഉം. താപ്തിയും നർമ്മദയുമാണ്. റിഫ്റ്റ് വാലിയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. റിഫ്റ്റ് വാലി രൂപപ്പെടുത്തുന്ന നദി ഏതെന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്? ഏതാണ്? താപ്തിയും നർമ്മദയുമാണ്. ട്രാൻസ്ലേഷൻ ആയതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു വാക്ക് വന്നത്. നോക്കിയേ, ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് നോക്കിയേ. കൺസിഡർ ദി ഫോളോയിങ് റിവേഴ്സ്, സെലക്ട് ദ റിവേഴ്സ് ദാറ്റ് ഫ്ലോ ഇൻ റിഫ്റ്റ് വാലി. റിഫ്റ്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി ഏതെന്നാണ് ചോദ്യം. ഏതാണ്? താപ്തിയും നർമ്മദയുമാണ്. ഓക്കെ. അടുത്ത ചോദ്യം ഡിലീറ്റഡ് ആണ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ബഹിരാകാശ യാത്രികനായ ശുഭാംശു ശുക്ലയെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് കൊണ്ടുവന്ന ബഹിരാകാശ ദൗത്യം ഏതാണ്? ആക്സിയം ദൗത്യം 4 ആക്സിയം ദൗത്യം 4 ശുഭാംശു ശുക്ലയെ ബഹിരാകാശത്തിലേക്ക് എത്തിച്ചത് അല്ലേ. അടുത്ത ചോദ്യം, പഞ്ചവത്സര പദ്ധതിയും അതിൻ്റെ ലക്ഷ്യവും തമ്മിൽ ശരിയായ പൊരുത്തമില്ലാത്തത് താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ എ ആണ് പൊരുത്തമില്ലാത്തത്. 10ാം പദ്ധതി വേഗതയേറിയതും കൂടുതൽ ഉൾക്കൊള്ളുന്നതുമായ വളർച്ച എന്നുള്ളതാണ് തെറ്റായിട്ടുള്ളത്. എന്താണ് 10ാം പദ്ധതി? മൂലധന നിക്ഷേപമാണ് 10ാം പദ്ധതി. മൂലധന നിക്ഷേപം. വേഗതയേറിയതും കൂടുതൽ ഉൾക്കൊള്ളുന്നതുമായ വളർച്ച 12ാം പഞ്ചവത്സര പദ്ധതിയുടെയാണ്. ബാക്കി ഓപ്ഷൻസും കൂടെ നോക്കിയേ. 8ാം പദ്ധതി സാമ്പത്തിക പരിഷ്കാരങ്ങളും സ്ഥിരതയും. 12ാം പദ്ധതി വേഗതയേറിയതും സുസ്ഥിരവും കൂടുതൽ ഉൾക്കൊള്ളുന്നതുമായ വളർച്ച. 9ാം പദ്ധതി സാമൂഹിക നീതിയും സമത്വവുമുള്ള വളർച്ച. ഓക്കെ. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് മുൻകാല ആസൂത്രണ കമ്മീഷന്റെ പങ്കിൽ നിന്ന് നീതി ആയോഗിന്റെ പങ്കിനെ ശരിയായി വേർതിരിക്കുന്നത്? ഓപ്ഷൻ ബി ആണ് സഹകരണ ഫെഡറലിസത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് താഴെത്തട്ടിൽ നിന്നുള്ള ആസൂത്രണ സമീപനമാണ് നീതി ആയോഗ് പിന്തുടരുന്നത്. അതേസമയം ആസൂത്രണ കമ്മീഷൻ മുകളിൽ നിന്നും താഴേക്ക് പോകുന്ന ഒരു മാതൃകയാണ് പിന്തുടരുന്നത്. എന്താണ്? നീതി ആയോഗ് ബോട്ടം ടു ടോപ്പ് അപ്രോച്ചാണ്. പ്ലാനിംഗ് കമ്മീഷൻ ആണെങ്കിൽ ടോപ്പ് ടു ബോട്ടം ആയിരുന്നു. അടുത്ത ചോദ്യം ഡിലീറ്റഡ് ആണ്. ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിൻ്റെ പ്രാരംഭഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പ്രയോജനം നേടിയ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? പഞ്ചാബും ഹരിയാനയുമാണ്. ഓപ്ഷൻ ബി, പഞ്ചാബ് ഹരിയാനയാണ് ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിൻ്റെ പ്രാരംഭഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പ്രയോജനം നേടിയ സംസ്ഥാനങ്ങൾ. അടുത്ത ചോദ്യം, ഭരണപരമായ അതിരുകടപ്പ് തടയുന്നതിനായി കേരളം നിയുക്ത നിർമ്മാണത്തിൻ്റെ ഉപയോഗത്തെയും നിലവിലുള്ള ഭരണഘടനാപരമായ സുരക്ഷയെയും കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഇവയിൽ ഏതാണ് ശരിയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1ഉം 4ഉം മാത്രമാണ് ശരി. എന്താണ്? പ്രാപ്തമാക്കുന്ന നിയമത്തിൻ്റെ പരിധി കവിയുന്ന എല്ലാ എക്സിക്യൂട്ടീവ് റൂൾ മേക്കിങ്ങും പരിശോധിക്കാൻ കേരള നിയമസഭയുടെ സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ കമ്മിറ്റിക്ക് അധികാരമുണ്ട്. എന്താണ്? പ്രാപ്തമാക്കുന്ന നിയമത്തിൻ്റെ പരിധി കവിയുന്ന എല്ലാ എക്സിക്യൂട്ടീവ് റൂൾ മേക്കിങ്ങും പരിശോധിക്കാൻ കേരള നിയമസഭയുടെ സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ കമ്മിറ്റിക്ക് അധികാരമുണ്ട്. കേരളത്തിൽ നിയുക്ത നിയമനിർമ്മാണം പലപ്പോഴും പൊതുജനാഭിപ്രായത്തിനുള്ള വ്യവസ്ഥയല്ലാതെ പ്രവർത്തിക്കുന്നു. ഇത് പങ്കാളിത്ത ഭരണത്തെ പരിമിതപ്പെടുത്തുന്നു. കേരളത്തിൽ നിയുക്ത നിയമനിർമ്മാണം പലപ്പോഴും പൊതുജനാഭിപ്രായത്തിനുള്ള വ്യവസ്ഥയില്ലാതെ പ്രവർത്തിക്കുന്നു. ഇത് പങ്കാളിത്ത ഭരണത്തെ പരിമിതപ്പെടുത്തുന്നു. ഇംഗ്ലീഷ് ടേംസ് നമുക്കൊന്ന് നോക്കിയാലോ.
നോക്കിയേ, കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് കേരളാസ് യൂസ് ഓഫ് ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ ആൻഡ് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ സേഫ് ഗാർഡ്സ് ഇൻ പ്ലേസ് ടു ചെക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ റീച്ച്. എന്താണ് വരുന്നത്? ദ കേരള ലെജിസ്ലേച്ചേഴ്സ് കമ്മിറ്റി ഓൺ സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ ഇസ് എംപവേർഡ് ടു സ്ക്രൂട്ടനൈസ് ഓൾ എക്സിക്യൂട്ടീവ് റൂൾ മേക്കിംഗ് ദാറ്റ് എക്സീഡ്സ് ദ സ്കോപ്പ് ഓഫ് ഇനേബിളിംഗ് ആക്ട്. കേരളാസ് എക്സിക്യൂട്ടീവ് ലെജിസ്ലേച്ചേഴ്സ് കമ്മിറ്റി ഓൺ സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ ഇസ് എംപവേർഡ് ടു സ്ക്രൂട്ടനൈസ്. എന്താണ്? സൂക്ഷ്മമായിട്ട് പരിശോധിക്കാൻ. ഓൾ എക്സിക്യൂട്ടീവ് റൂൾ മേക്കിംഗ് ദാറ്റ് എക്സീഡ്സ് ദ സ്കോപ്പ് ഓഫ് ഇനേബിളിംഗ് ആക്ട്. അതുപോലെ ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ ഇൻ കേരള ഓഫൻ ഓപ്പറേറ്റ്സ് വിത്തൗട്ട് ദ പ്രൊവിഷൻ ഫോർ പബ്ലിക് കൺസൾട്ടേഷൻ വിച്ച് ലിമിറ്റ്സ് പാർട്ടിസിപ്പേറ്ററി ഗവേണൻസ്. ഓക്കെ അല്ലേ? എന്താണ്? പ്രാപ്തമാക്കുന്ന നിയമത്തിൻ്റെ പരിധി കവിയുന്ന എല്ലാ എക്സിക്യൂട്ടീവ് റൂൾ മേക്കിങ്ങും പരിശോധിക്കാൻ കേരള നിയമസഭയുടെ സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ കമ്മിറ്റിക്ക് അധികാരമുണ്ട്. കേരളത്തിൽ നിയുക്ത നിയമനിർമ്മാണം പലപ്പോഴും പൊതുജനാഭിപ്രായത്തിനുള്ള വ്യവസ്ഥയില്ലാതെ പ്രവർത്തിക്കുന്നു. ഇത് പങ്കാളിത്ത ഭരണത്തെ പരിമിതപ്പെടുത്തുന്നു. അടുത്ത ചോദ്യം ഡിലീറ്റഡ് ആണ്. ചോദ്യം 15. കേരളത്തിൽ ഭൂപരിഷ്കരണം നടപ്പിലാക്കിയത് കാർഷിക ഘടനയിൽ മാറ്റം വരുത്തുന്നതിൽ വിജയിച്ചെങ്കിലും ആനുപാതികമായ ഗ്രാമീണ വ്യവസായവൽക്കരണമോ തൊഴിൽ വളർച്ചയോ സൃഷ്ടിക്കുന്നതിൽ പരാജയപ്പെട്ടതിൻ്റെ കാരണം താഴെ പറയുന്നവയിൽ ഏതാണ് ഏറ്റവും നന്നായി വിശദീകരിക്കുന്നത്? ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഭൂപരിഷ്കരണങ്ങൾ അസാന്നിധ്യ ഭൂവുടമസ്ഥതയെ ഇല്ലാതാക്കി, പക്ഷേ ദീർഘകാല ഗ്രാമീണ സാമ്പത്തിക തന്ത്രവുമായി സംയോജിപ്പിക്കുന്നതിൽ പരാജയപ്പെട്ടു. ഭൂപരിഷ്കരണങ്ങൾ അസാന്നിധ്യ ഭൂവുടമസ്ഥതയെ ഇല്ലാതാക്കി, പക്ഷേ ദീർഘകാല ഗ്രാമീണ സാമ്പത്തിക തന്ത്രവുമായി സംയോജിപ്പിക്കുന്നതിൽ പരാജയപ്പെട്ടു. അടുത്ത ചോദ്യം. കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെ പ്രവർത്തനങ്ങളെയും പരിമിതികളെയും പരാമർശിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. മേൽപ്പറഞ്ഞ പ്രസ്താവനകളിൽ ഏതാണ് ശരി? 2ഉം 3ഉം മാത്രമാണ് ശരി. KSPBയുടെ ഉപദേശക പങ്ക് പങ്കാളിത്ത ആസൂത്രണം ഉറപ്പാക്കുന്നു, പക്ഷേ അത് നടപ്പിലാക്കുന്നതിനുള്ള നിയമപരമായ അധികാരങ്ങളെ തകർക്കുന്നു. KSPBയുടെ പ്രധാന പ്രവർത്തനങ്ങളിലൊന്ന് പഞ്ചവത്സര പദ്ധതികളുടെ ലക്ഷ്യങ്ങളെ സംസ്ഥാനത്തിൻ്റെ വാർഷിക പദ്ധതികളുമായി യോജിപ്പിക്കുക എന്നതാണ്. അപ്പം എന്തൊക്കെയാണ് കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് ഉപദേശക പങ്ക് പങ്കാളിത്ത ആസൂത്രണം ഉറപ്പാക്കുന്നു, പക്ഷേ അത് നടപ്പിലാക്കുന്നതിനുള്ള നിയമപരമായ അധികാരങ്ങളെ തകർക്കുന്നു. KSPBയുടെ പ്രധാന പ്രവർത്തനങ്ങളിലൊന്ന് പഞ്ചവത്സര പദ്ധതികളുടെ ലക്ഷ്യങ്ങളെ സംസ്ഥാനത്തിൻ്റെ വാർഷിക പദ്ധതികളുമായി യോജിപ്പിക്കുക എന്നതാണ്. നമുക്ക് ഇംഗ്ലീഷ് ടേംസ് ഒന്ന് വായിച്ചു നോക്കിയാലോ. എന്താണ്? കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ്സ് അഡ്വൈസറി റോൾ എൻഷുവേഴ്സ് പാർട്ടിസിപ്പേറ്ററി പ്ലാനിംഗ് ബട്ട് ഇറ്റ് ലാക്സ് സ്റ്റാറ്റ്യൂട്ടറി പവേഴ്സ് ടു എൻഫോഴ്സ് ഇംപ്ലിമെൻറ്റേഷൻ. എന്താണ്? കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ്സ് അഡ്വൈസറി റോൾ എൻഷുവേഴ്സ് പാർട്ടിസിപ്പേറ്ററി പ്ലാനിംഗ് ബട്ട് ഇറ്റ് ലാക്സ് സ്റ്റാറ്റ്യൂട്ടറി പവേഴ്സ് ടു എൻഫോഴ്സ് ഇംപ്ലിമെൻറ്റേഷൻ. One of the key functions of the Kerala State Planning Board is to harmonize the objectives of the 5-year plans with state's annual plan. ഓക്കെ, ഇംഗ്ലീഷ് ആണെന്ന് തോന്നുന്നു കുറച്ചും കൂടെ ബെറ്റർ വായിക്കുമ്പോൾ. അടുത്ത ചോദ്യം. കേരളത്തിൻ്റെ ഈ ഗവേണൻസ് സമീപനത്തിൻ്റെ പശ്ചാത്തലത്തിൽ താഴെ പറയുന്നവയിൽ ഏതാണ് അടിസ്ഥാന തലത്തിൽ അതിൻ്റെ ആപേക്ഷിക വിജയത്തിന് കാരണമായ പ്രധാന ഘടകങ്ങളെ പ്രതിഫലിപ്പിക്കുന്നത്? നോക്കിയേ, 17ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ ദി കണ്ടെക്സ്റ്റ് ഓഫ് കേരളാസ് അപ്രോച്ച് ടു ഇ ഗവേണൻസ് വിച്ച് ഓഫ് ദി ഫോളോയിങ് റിഫ്ലെക്ട്സ് ദി കീ ഫാക്ടേഴ്സ് ദാറ്റ് ഹാവ് കോൺട്രിബ്യൂട്ടഡ് ടു ഇറ്റ്സ് റിലേറ്റീവ് സക്സസ് അറ്റ് ദ ഗ്രാസ് റൂട്ട് ലെവൽ. താഴെ തട്ടിൽ കേരള ഇ ഗവേണൻസിൻ്റെ അപ്രോച്ച് വിജയിക്കാൻ സഹായമായത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? 1, 2 and 4 ആണ്. ഇൻ്റഗ്രേഷൻ ഓഫ് ഇ ഗവേണൻസ് വിത്ത് ഡീസെൻട്രലൈസ്ഡ് പ്ലാനിംഗ് പ്രോസസ്സസ്, അതുപോലെ സ്ട്രോങ് ടെക്നിക്കൽ സപ്പോർട്ട് ഫ്രം ഓട്ടോണമസ് ഏജൻസീസ് ലൈക്ക് ഇൻഫർമേഷൻ കേരള മിഷൻ ആൻഡ് ആക്റ്റീവ് ഇൻവോൾവ്മെൻറ്റ് ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ ഡിജിറ്റലൈസിങ് സിറ്റിസൺ സർവീസസ്. ഇത് മൂന്നുമാണ് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. മലയാളം നമുക്കൊന്ന് നോക്കാം. എന്തൊക്കെയാണ്? വികേന്ദ്രീകൃത ആസൂത്രണ പ്രക്രിയകളുമായി ഈ ഗവേണൻസിൻ്റെ സംയോജനം, ഇൻഫർമേഷൻ കേരള മിഷൻ പോലുള്ള സ്വയംഭരണ ഏജൻസികളിൽ നിന്നുള്ള ശക്തമായ സാങ്കേതിക പിന്തുണ, പൗരസേവനങ്ങൾ ഡിജിറ്റൈസ് ചെയ്യുന്നതിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സജീവ പങ്കാളിത്തം. ഇത് മൂന്നുമാണ് എന്താണ് താഴെ തട്ടിൽ ഈ ഗവേണൻസിനെ ശക്തിപ്പെടുത്തിയത്. ഓക്കെ, അടുത്ത ചോദ്യം. 2024 കേരള സർക്കാർ കാലാവസ്ഥാ പ്രതിരോധ കേരള ഇനീഷ്യേറ്റീവ് ആരംഭിച്ചു. ഇത് സംസ്ഥാനത്തിൻ്റെ ദുരന്ത സാധ്യത കുറയ്ക്കൽ,
സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ എന്നിവയുമായി യോജിക്കുന്നു. കേരളത്തിൻ്റെ ഭരണത്തിൻ്റെയും ആസൂത്രണ സംവിധാനത്തിൻ്റെയും പശ്ചാത്തലത്തിൽ ഈ സംഭവത്തെപ്പറ്റി താഴെ പറയുന്ന സവിശേഷതകളിൽ ഏതാണ് ശരിയായി വിവരിക്കുന്നത്? ഏതൊക്കെയാണ്? 1, 3, 4 കറക്റ്റായിട്ടുള്ളത്. കാലാവസ്ഥാ പൊരുത്തപ്പെടൽ തന്ത്രങ്ങളെ ഇത് നേരിട്ട് തദ്ദേശ സ്വയംഭരണ തല പദ്ധതികളിലേക്ക് സംയോജിപ്പിക്കുന്നു. ദുരന്ത സാധ്യതയുള്ള മേഖലകൾക്കുള്ള നീർത്തട അധിഷ്ഠിത വികസനത്തിനും പ്രകൃതി അടിസ്ഥാനമാക്കിയുള്ള പരിഹാരങ്ങൾക്കും ഇത് ഊന്നൽ നൽകുന്നു. ജില്ലാതല ആസൂത്രണത്തിൽ കാലാവസ്ഥാ ദുർബലതാ സൂചികയുടെ ഉപയോഗം ഇത് നിർബന്ധമാക്കുന്നു. ഇംഗ്ലീഷ് ടേംസ് നമുക്കൊന്ന് നോക്കാം. എന്താണ്? ഇൻ 2024 ദ ഗവൺമെൻറ് ഓഫ് കേരള ലോഞ്ച് ദ ക്ലൈമറ്റ് റെസിലിയൻറ്റ് കേരള ഇനീഷ്യേറ്റീവ്. എന്താണ് ക്ലൈമറ്റ് റെസിലിയൻറ്റ് കേരള ഇനീഷ്യേറ്റീവ് കൊണ്ടുവന്നതെന്നാണ് 2024, which aligns with the state's disaster risk reduction and sustainable development goals. Okay, which of the following features correctly describe this initiative in the context of Kerala's governance and planning system? ഏതൊക്കെയാണ്? 1. It integrates climate adaptation strategies directly into local self-government level plans. Climate adaptation strategies ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റുമായി നേരിട്ട് ബന്ധിപ്പിക്കുന്നു. അതുപോലെ ഇറ്റ് എംഫസൈസസ് വാട്ടർഷെഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് നേച്ചർ ബേസ്ഡ് സൊല്യൂഷൻ ഫോർ ഡിസാസ്റ്റർ പ്രോൺ സോൺസ്. ഡിസാസ്റ്റർ പ്രോൺ സോൺസിന് എന്ത് ചെയ്യുന്നു? സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നു. ഇറ്റ് മാൻഡേറ്റ്സ് ദ യൂസ് ഓഫ് ക്ലൈമറ്റ് വൾനറബിലിറ്റി ഇൻഡെക്സിംഗ് ഇറ്റ്സ് ഡിസ്ട്രിക്ട് ലെവൽ പ്ലാനിംഗ്. ഇറ്റ് മാൻഡേറ്റ്സ് ദ യൂസ് ഓഫ് ക്ലൈമറ്റ് വൾനറബിലിറ്റി ഇൻഡെക്സിംഗ് ഇൻ ഡിസ്ട്രിക്ട് ലെവൽ പ്ലാനിംഗ്. അടുത്ത ചോദ്യം, കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിഗാർഡിംഗ് ദ ക്യോട്ടോ പ്രോട്ടോകോൾ. ക്യോട്ടോ പ്രോട്ടോക്കോളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയെന്നാണ്? 1ഉം 2ഉമാണ് കറക്റ്റ്. ദ ക്യോട്ടോ പ്രോട്ടോകോൾ ഇസ് ആൻ ഇൻ്റർനാഷണൽ ട്രീറ്റി ദറ്റ് കമ്മിറ്റ്സ് ഇറ്റ്സ് പാർട്ടീസ് ടു റെഡ്യൂസ് ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ്. ഹരിതഗൃഹ വാതക എമിഷനുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു ഇൻ്റർനാഷണൽ ട്രീറ്റിയാണ് ക്യോട്ടോ പ്രോട്ടോകോൾ. അതുപോലെ ഇറ്റ് വാസ് അഡോപ്റ്റഡ് ഇൻ 1997 ആൻഡ് എൻറ്റേർഡ് ഇൻ ടു ഫോഴ്സ് ഇൻ 2005. 97 അഡോപ്റ്റ് ചെയ്തു, നിലവിൽ വന്നത് 2005. ഓക്കെ. അടുത്ത ചോദ്യം, പ്രോപ്പർട്ടീസ് ഓഫ് കാർഡിയാക് മസിൽ സെൽസ് ഗിവൻ ബിലോ വിച്ച് ഓഫ് ദി സ്റ്റേറ്റ്മെൻറ്റ് ഇസ് നോട്ട് കറക്റ്റ്? ശരിയല്ലാത്തത് 1ഉം 4ഉമാണ്. ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണ്? 2, 3ഉമാണ്. കാർഡിയാക് മസിൽ സെൽസുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ. ഇറ്റ് ഈസ് സ്ട്രയേറ്റഡ് ആൻഡ് ഇൻവോളണ്ടറി. ഇറ്റ് ഈസ് സപ്ലൈഡ് വിത്ത് ഓട്ടോണോമിക് നെർവ് ഫൈബേഴ്സ്. മലയാളം നോക്കിയേ. ഇത് വരെയുള്ളതും അനിയന്ത്രിതവുമാണ്. എന്താണ്? ഇൻവോളണ്ടറി ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിനൊക്കെ രേഖാങ്കിതം, അതാണ് വരെയുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പം ഇൻവോളണ്ടറി ആണ്, രേഖാങ്കിതമാണ്. ഇത് ഓട്ടോണോമിക് നാഡീനാരുകളാൽ സജ്ജീകരിച്ചിരിക്കുന്നു. ഓട്ടോണോമിക് നെർവ്സ് ആയിട്ട് സജ്ജീകരിച്ചിരിക്കുന്നു, അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ. അടുത്തത്, വിറ്റാമിനുകളും അവയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗങ്ങളും അടങ്ങിയ താഴെ പറയുന്ന പട്ടിക പരിശോധിക്കുക. ഏതാണ്? ഓപ്ഷൻ എ ആണ് കറക്റ്റ്. തൈമിൻ ഏതാണ്? ബെറിബറിയാണ്. തൈമിൻ മൂലമുണ്ടാകുന്ന രോഗം എന്താണ്? ബെറിബറിയാണ്. കാൽസിഫെറോൾ കാരണം എന്താണ് ഉണ്ടാകുന്നത്? റിക്കറ്റ്സ് ആണ് ഉണ്ടാകുന്നത്. റെറ്റിനോൾ കാരണം നൈക്ടലോപ്പിയ. റെറ്റിനോൾ കാരണം നൈക്ടലോപ്പിയ. വിറ്റാമിൻ സി കാരണം സ്കർവി. നിയാസിനാമൈഡ് കാരണം എന്താണ് ഉണ്ടാകുന്നത്? പെല്ലഗ്ര. ഓക്കെ. അടുത്ത ചോദ്യം, കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് റിഗാർഡിംഗ് അമിനോ ആസിഡ്സ്. അമിനോ ആസിഡുമായി ബന്ധപ്പെട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്? 2, 3ഉമാണ് ശരി. ഗ്ലൈസിൻ ഇസ് ദ സ്മോളസ്റ്റ് അമിനോ ആസിഡ്. ഗ്ലൈസിൻ എന്ന് പറയുന്നത് ചെറിയ അമിനോ ആസിഡാണ്, സ്മോളസ്റ്റ് അമിനോ ആസിഡാണ് ഗ്ലൈസിൻ എന്ന് പറയുന്നത്. സിസ്റ്റിൻ ആൻഡ് മെത്തിയോനൈൻ ആർ സൾഫർ കണ്ടെയ്നിങ് അമിനോ ആസിഡ്. ഓക്കെ. അടുത്ത ചോദ്യം, കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് ഡയബറ്റിസ് മെലിറ്റസ്. പ്രമേഹവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതാണ്? ടൈപ്പ് 2 പ്രമേഹമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഡയബറ്റിസ് മെലിറ്റസ് എന്താണ്? 1ഉം 2ഉമാണ് കറക്റ്റായിട്ട് വരുന്നത്. Diabetes mellitus is a metabolic disorder characterized by high blood sugar levels over a prolonged period. എന്താണ്? ഉയർന്ന ബ്ലഡ് ഷുഗർ ലെവൽ കാരണം ഉണ്ടാകുന്നതാണ് ഡയബറ്റിസ് മെലിറ്റസ് എന്ന് പറയുന്നത്, ദീർഘകാലാടിസ്ഥാനത്തിൽ അല്ലേ. അതുപോലെ തന്നെ ടൈപ്പ് 1 ഡയബറ്റിസ് ഇസ് കോസ്ഡ് ബൈ ദി ഇമ്മ്യൂൺ ഡിസ്ട്രക്ഷൻ ഓഫ് ഇൻസുലിൻ പ്രൊഡ്യൂസിങ് സെൽസ് ഇൻ ദി പാൻക്രിയാസിലെ ഇമ്മ്യൂൺ ഡിസ്ട്രക്ഷൻ കാരണം ഉണ്ടാകുന്ന ഇൻസുലിൻ പ്രൊഡ്യൂസിങ് സെൽസിൻ്റെ ഡിസ്ട്രക്ഷൻ കാരണം ഉണ്ടാകുന്നതാണ് ടൈപ്പ് 1 ഡയബറ്റിസ് എന്ന് പറയുന്നത്. ജുവനൈൽ ഡയബറ്റിസ് എന്നൊക്കെ പറയും അല്ലേ. മലയാളവും കൂടെ നമുക്കൊന്ന് വായിച്ചു നോക്കിയേക്കാം. എന്താണ്? ദീർഘകാലത്തേക്ക് ഉയർന്ന രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കാണപ്പെടുന്ന ഒരു ഉപാപചയ വൈകല്യമാണ് പ്രമേഹം. പാൻക്രിയാസിലെ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന കോശങ്ങളുടെ ഇമ്മ്യൂൺ നാശം മൂലമാണ് ടൈപ്പ് 1 പ്രമേഹം ഉണ്ടാകുന്നത്. ഓക്കെ. അടുത്ത ചോദ്യം,
കാല-അസർ ഡിസീസ് കോസ്ഡ് ബൈ ലിഷ്മാനിയ ഡൊനോവാനിയാണ്. എന്താണ്? ലിഷ്മാനിയ ഡൊനോവാനിയാണ് കാല-അസർ ഡിസീസ് ഉണ്ടാക്കാൻ കാരണം. ലിഷ്മാനിയ ഡൊനോവാനി. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ ട്രൂ? ഏതാണ്? എല്ലാം കറക്റ്റാണ്. ഓൾ ഓഫ് ദി എബവ് ആണ് പറഞ്ഞിരിക്കുന്നത്. നയനാമൃതം 2.0 ഈസ് ആൻ AI പവേർഡ് ഐ സ്ക്രീനിങ് ഇനീഷ്യേറ്റീവ് ഓഫ് കേരള ഗവൺമെൻറ്. എന്താണ്? നയനാമൃതം 2.0 ഈസ് ആൻ AI പവേർഡ് ഐ സ്ക്രീനിങ് ഇനീഷ്യേറ്റീവ് ഓഫ് കേരള ഗവൺമെൻറ്. AI പവേർഡ് നേത്രരോഗ ടെസ്റ്റാണ് അല്ലേ നയനാമൃതം 2.0 എന്ന് പറയുന്നത്. അതുപോലെ ദിസ് ഇസ് ദ ഫസ്റ്റ് ഗവൺമെൻറ് AI അസിസ്റ്റഡ് സ്ക്രീനിങ് പ്രോഗ്രാം ടു ഐഡൻറ്റിഫൈ ഡിസീസസ് ലൈക്ക് ഗ്ലോക്കോമ, ഡയബറ്റിക് റെറ്റിനോപ്പതി ആൻഡ് ഏജ് റിലേറ്റഡ് മാക്യുലാർ ഡീജനറേഷൻ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള AI ജനറേറ്റഡ് ആയിട്ടുള്ള ഫസ്റ്റ് ഗവൺമെൻറ് ഇനീഷ്യേറ്റീവാണ് നയനാമൃതം 2.0 എന്ന് പറയുന്നത്. ഏതൊക്കെ രോഗമാണ്? ഗ്ലോക്കോമ, ഡയബറ്റിക് റെറ്റിനോപ്പതി, ഏജ് റിലേറ്റഡ് മാക്യുലാർ ഡീജനറേഷൻ. അതുപോലെ നയനാമൃതം 2.0 enhancing convenience, efficiency and cost effectiveness by incorporating Remedios AI technology into the healthcare system. Okay, നയനാമൃതം 2.0 enhancing convenience, efficiency and cost effectiveness by incorporating Remedios AI technology into the healthcare system. മലയാളം കൂടെ വായിക്കാം. നയനാമൃതം 2.0 കേരള സർക്കാരിൻ്റെ ഒരു AI പവർ നേത്ര പരിശോധനാ സംരംഭമാണ്. ഗ്ലോക്കോമ, ഡയബറ്റിക് റെറ്റിനോപ്പതി, പ്രായവുമായി ബന്ധപ്പെട്ട മാക്യുലാർ ഡീജനറേഷൻ തുടങ്ങിയ രോഗങ്ങൾ തിരിച്ചറിയാനുള്ള ആദ്യത്തെ സർക്കാർ AI സഹായത്തോടുള്ള സ്ക്രീനിംഗ് പ്രോഗ്രാമാണിത്. റെമീഡിയോയുടെ AI സാങ്കേതികവിദ്യ ആരോഗ്യ സംരക്ഷണ സംവിധാനത്തിൽ ഉൾപ്പെടുത്തി സൗകര്യം, കാര്യക്ഷമത, ചെലവ്, ഫലപ്രാപ്തി എന്നിവ വർദ്ധിപ്പിക്കുന്ന പദ്ധതിയാണ് നയനാമൃതം 2.0 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. അത് നിങ്ങൾ വീഡിയോ പൗസ് ചെയ്ത് വെച്ചിട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ SCERT ക്ലാസ്സസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മളെ ചാനലിലൂടെ. അപ്പം അത് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെയൊക്കെ ഒന്ന് കണ്ടു നോക്കുക. ഓക്കെ, ഇത് SIയുടെ മെയിൻ എക്സാംസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതുകൊണ്ട് തന്നെ സ്പെഷ്യൽ ടോപ്പിക് ആയിട്ട് ബന്ധപ്പെട്ട കുറച്ചധികം ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. അപ്പം നമുക്ക് ആവശ്യമുള്ളത് മാത്രം, ജനറൽ PSCക്ക് ചോദിക്കുന്ന ആവശ്യമുള്ള ക്വസ്റ്റ്യൻസ് മാത്രം നോക്കി പോകാം. ഓക്കെ, ഇനി കുറച്ച് വിവരാവകാശവും ആയിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളും IT ആയിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് നോക്കാമേ. വിച്ച് സെക്ഷൻ ഓഫ് RTI ആക്ട് ലിസ്റ്റ് കാറ്റഗറീസ് ഓഫ് ഇൻഫോർമേഷൻ എക്സെംപ്റ്റ് ഫ്രം ഡിസ്ക്ലോഷർ? വിവരാവകാശവുമായി ബന്ധപ്പെട്ട് ഡിസ്ക്ലോസ് ചെയ്യാത്ത സെക്ഷൻസ് എവിടെയാണ് കിടക്കുന്നത്? സെക്ഷൻ 8 ആണ്. വിവരാവകാശവുമായി ബന്ധപ്പെട്ട് ഡിസ്ക്ലോസ് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 8 ആണ്. ഓക്കെ, നമുക്ക് മലയാളം നോക്കാം. വെളിപ്പെടുത്തലിൽ നിന്ന് ഒഴിവാക്കിയ വിവരങ്ങളുടെ വിഭാഗങ്ങളെ വിവരാവകാശ നിയമത്തിലെ ഏത് വകുപ്പാണ് പട്ടികപ്പെടുത്തിയിരിക്കുന്നത്? സെക്ഷൻ 8 ആണ്. സെക്ഷൻ 8. അടുത്ത ചോദ്യം, വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ 9 പ്രകാരം ഒരു വിവരാപേക്ഷ ഡാഷ് ആണെങ്കിൽ നിരസിക്കുന്നു. എന്താണ്? പകർപ്പവകാശത്തെ ലംഘിക്കുകയാണെങ്കിൽ ഇത് നിരസിക്കുന്നു. എന്താണ്? വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ 9 പ്രകാരം ഒരു വിവരാപേക്ഷ പകർപ്പവകാശത്തെ ലംഘിക്കുകയാണെങ്കിൽ അത് നിരസിക്കുന്നു. കോപ്പിറൈറ്റിനെ ലംഘിക്കുന്നുവെങ്കിൽ അത് നിരസിക്കപ്പെടുന്നു. അടുത്ത ചോദ്യം, 2005 വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ 11ൻ്റെ പ്രധാന ഫോക്കസ് എന്തായിരുന്നു? ഓപ്ഷൻ സി, മൂന്നാം കക്ഷി വിവരങ്ങൾ, തേർഡ് പാർട്ടി ഇൻഫോർമേഷൻ. 2005 വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ 11 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മൂന്നാം കക്ഷി വിവരങ്ങൾ, തേർഡ് പാർട്ടി ഡീറ്റെയിൽസ് ആണ്. ഓക്കെ, അടുത്ത ചോദ്യം, ലോക്സഭയിൽ സ്പീക്കറുടെ വോട്ടവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ഓപ്ഷൻ ഡി, ആർട്ടിക്കിൾ 100. ലോക്സഭയിൽ സ്പീക്കറുടെ വോട്ടവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 100 ആണ്. ആർട്ടിക്കിൾ 101 പ്രകാരം ഒരു പാർലമെന്റ് അംഗം എത്ര ദിവസം ഹാജരായില്ലെങ്കിൽ അവരുടെ സീറ്റ് ഒഴിഞ്ഞു കിടക്കുന്നതായി പ്രഖ്യാപിക്കാം? ഓപ്ഷൻ ബി, 60 ദിവസം. ആർട്ടിക്കിൾ 101 പ്രകാരം 60 ദിവസം ഒരു പാർലമെന്റ് അംഗം ഹാജരായില്ലെങ്കിൽ അവരുടെ സീറ്റ് ഒഴിഞ്ഞു കിടക്കുന്നതായിട്ട് പ്രഖ്യാപിക്കാം. ഓക്കെ, അടുത്ത ചോദ്യം, 101 ഭരണഘടനാ ഭേദഗതി പ്രകാരം ചേർത്ത ഏത് ആർട്ടിക്കിളിന് കീഴിലാണ് GST കൗൺസിൽ രൂപീകരിച്ചത്? ഓപ്ഷൻ സി, ആർട്ടിക്കിൾ 279A ആണ്. ആർട്ടിക്കിൾ 279A കീഴിലാണ് 101 ഭരണഘടനാ ഭേദഗതി പ്രകാരം GST കൗൺസിൽ രൂപീകരിച്ചത്. GST കൗൺസിൽ ആർട്ടിക്കിൾ 279A. ഏത് ആർട്ടിക്കിളിന് കീഴിലാണ് ഇന്ത്യൻ രാഷ്ട്രപതിക്ക് പാർലമെൻറ്റിൻ്റെ ഏതെങ്കിലും സഭയോ ഇരുസഭകളെയോ അഭിസംബോധന ചെയ്യാൻ കഴിയുക? ഏത് ആർട്ടിക്കിളിന് കീഴിലാണ്? ഓപ്ഷൻ ബി, ആർട്ടിക്കിൾ 86. ആർട്ടിക്കിൾ 86ന് കീഴിൽ ഇന്ത്യൻ രാഷ്ട്രപതിക്ക് പാർലമെൻറ്റിൻ്റെ ഏതെങ്കിലും സഭയെയോ ഇരുസഭകളെയോ അഭിസംബോധന ചെയ്യാൻ കഴിയും.
അടുത്ത ചോദ്യം, അടിയന്തരാവസ്ഥ കാലത്ത് വെട്ടിക്കുറച്ച മൗലികാവകാശങ്ങളുടെ ജുഡീഷ്യൽ അവലോകനത്തിന്റെ അധികാരം പുനഃസ്ഥാപിച്ചത് താഴെ പറയുന്നവയിൽ ഏത് ഭരണഘടനാ ഭേദഗതിയാണ്? ഓപ്ഷൻ എ 44-ാം ഭരണഘടനാ ഭേദഗതിയാണ്. ഓക്കെ, 1978 വന്ന 44-ാം ഭരണഘടനാ ഭേദഗതി. ഓക്കെ, അടുത്ത ചോദ്യം 59. ആർട്ടിക്കിൾ 106 പ്രകാരം പാർലമെന്റ് അംഗങ്ങളുടെ ശമ്പളം നിർണ്ണയിക്കാനുള്ള അധികാരം ആർക്കാണ്? ഓപ്ഷൻ സി നിയമപ്രകാരം പാർലമെന്റിനാണ്. ആർട്ടിക്കിൾ 106 പ്രകാരം പാർലമെന്റ് അംഗങ്ങളുടെ ശമ്പളം നിർണ്ണയിക്കാനുള്ള അധികാരം നിയമപ്രകാരം പാർലമെന്റിനാണ്. 105-ാം ഭരണഘടനാ ഭേദഗതി ഇവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഏതാണ്? ഓപ്ഷൻ സി OBC-കളെ തിരിച്ചറിയാനുള്ള സംസ്ഥാനങ്ങളുടെ അധികാരം പുനഃസ്ഥാപിക്കൽ. OBC-കളെ തിരിച്ചറിയാനുള്ള സംസ്ഥാനങ്ങളുടെ അധികാരം പുനഃസ്ഥാപിക്കലുമായി ബന്ധപ്പെട്ടാണ് 105-ാം ഭരണഘടനാ ഭേദഗതി ഉള്ളത്. അടുത്ത ചോദ്യം, 2000-ലെ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിലെ വ്യവസ്ഥകൾ പ്രകാരം സെൻസിറ്റീവായ വ്യക്തിഗത ഡേറ്റയോ വിവരങ്ങളോ കേന്ദ്ര സർക്കാർ താഴെ പറയുന്നവയിൽ ഏതെങ്കിലും ഒന്നുമായി കൂടിയാലോചിച്ച് നിർദ്ദേശിക്കേണ്ടതാണ്. ഏതുമായി കൂടിയാലോചിക്കേണ്ടതാണ്? ഉചിതമെന്ന് കരുതുന്ന പ്രൊഫഷണൽ സ്ഥാപനങ്ങളോ അസോസിയേഷനുകളോ. അപ്പം 2000-ലെ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിലെ വ്യവസ്ഥകൾ പ്രകാരം സെൻസിറ്റീവ് ആയ വ്യക്തിഗത ഡേറ്റയോ വിവരങ്ങളോ കേന്ദ്ര സർക്കാർ ഉചിതമെന്ന് കരുതുന്ന പ്രൊഫഷണൽ സ്ഥാപനങ്ങളോ അസോസിയേഷനുകളോ ഏതെങ്കിലും ഒന്നുമായി കൂടിയാലോചിച്ച് നിർദ്ദേശിക്കേണ്ടതാണ്. 62. 2000-ലെ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിലെ വ്യവസ്ഥകൾ പ്രകാരം ലിസ്റ്റ് 1-നെ ലിസ്റ്റ് 2-മായി പൊരുത്തപ്പെടുത്തുക. ഓക്കെ, ഓപ്ഷൻ എ ആണ് കറക്റ്റ്. സെക്ഷൻ 66C ഏതാണ് വരുന്നത്? മോഷണം തിരിച്ചറിയുക, തെഫ്റ്റുമായി ബന്ധപ്പെട്ടതാണ്. സെക്ഷൻ 66C. സെക്ഷൻ 66D വരുന്നത് ആൾമാറാട്ടം വഴിയുള്ള വഞ്ചന. സെക്ഷൻ 66D വരുന്നത് ആൾമാറാട്ടം വഴിയുള്ള വഞ്ചന. സെക്ഷൻ 66E വരുന്നത് സ്വകാര്യതയുടെ ലംഘനമാണ്, പ്രൈവസി. 66E വരുന്നത് സ്വകാര്യതയുടെ ലംഘനം. സെക്ഷൻ 66F വരുന്നത് എന്താണ്? സൈബർ ഭീകരതയാണ് 66F വരുന്നത്. അടുത്ത ചോദ്യം, 2000-ലെ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിലെ വ്യവസ്ഥകൾ പ്രകാരം ഐഡന്റിറ്റി മോഷണത്തിനുള്ള ശിക്ഷ ഇവയാണ്. ഏതാണ്? ഓപ്ഷൻ ബി 3 വർഷം വരെ തടവും 1 ലക്ഷം രൂപ വരെ പിഴയുമാണ്. 3 വർഷം വരെ തടവും 1 ലക്ഷം രൂപ വരെ പിഴയുമാണ്. ഡിഗ്രി ലെവൽ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർ ഈ ലോസ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കിയിരിക്കണം. ഓക്കെ, അടുത്ത ചോദ്യം, ഇന്ത്യൻ സർക്കാരിൻ്റെ ഔദ്യോഗിക ഡിജിറ്റൽ കറൻസിയുടെ പേരെന്താണ്? ഓപ്ഷൻ സി ഡിജിറ്റൽ റുപ്പി. ഇന്ത്യൻ സർക്കാരിൻ്റെ ഔദ്യോഗിക ഡിജിറ്റൽ കറൻസിയുടെ പേരെന്താണ്? ഡിജിറ്റൽ റുപ്പിയാണ്, ഡിജിറ്റൽ റുപ്പി. 2000-ലെ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിലെ ഏത് ഷെഡ്യൂളിലാണ് ഇലക്ട്രോണിക് ഒപ്പുകൾക്കുള്ള ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യകൾ വ്യക്തമാക്കുന്നത്? 2-ാം ഷെഡ്യൂളിലാണ്. ഓപ്ഷൻ ബി 2-ാം ഷെഡ്യൂൾ. 2000-ലെ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിലെ 2-ാം ഷെഡ്യൂളിലാണ് ഇലക്ട്രോണിക് ഒപ്പുകൾക്കുള്ള ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യകൾ വ്യക്തമാക്കുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, ഒരു മൊബൈൽ വരിക്കാരനെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന IMSI നമ്പർ എത്ര അക്കങ്ങളുണ്ട്? 15 അക്കങ്ങളാണുള്ളത്. ഒരു മൊബൈൽ വരിക്കാരനെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന IMSI നമ്പറിൽ എത്ര അക്കങ്ങളുണ്ട്? 15 അക്കങ്ങൾ. 67. ഇന്റർനെറ്റ് മൊബൈൽ സാങ്കേതിക വിദ്യയുടെ പശ്ചാത്തലത്തിൽ GPS എന്ന ചുരുക്കെഴുത്ത് എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ എ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. എന്താണ് GPS? ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. താഴെ പറയുന്നവയിൽ ഡിനയൽ ഓഫ് സർവീസ് അറ്റാക്സ് ഒരു വകഭേദമാണ്. എന്താണ്? DDoS. DDoS എന്ന് പറഞ്ഞാൽ ഡിനയൽ ഓഫ് സർവീസ് അറ്റാക്ക്. ഓക്കെ, അടുത്തത്, കമ്പ്യൂട്ടർ സോഴ്സ് കോഡിൽ കൃത്രിമം കാണിക്കുന്നതിനെ കുറിച്ചുള്ള വകുപ്പ് കൈകാര്യം ചെയ്യുന്ന 2000-ലെ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 65 ആണ്. കമ്പ്യൂട്ടർ സോഴ്സ് കോഡിൽ കൃത്രിമം കാണിക്കുന്നതിനെ കുറിച്ചുള്ള വകുപ്പ് ഏതാണ്? സെക്ഷൻ 65. താഴെ പറയുന്ന കേസുകളിൽ ബഹുമാനപ്പെട്ട കർണാടക ഹൈക്കോടതി ATM സ്വന്തമായി ഒരു കമ്പ്യൂട്ടർ അല്ലെന്നും ATMകൾ ഉപയോഗിക്കുന്ന വ്യക്തി ആവശ്യപ്പെടുന്ന ജോലികൾ നിർവഹിക്കുന്ന ഒരു കമ്പ്യൂട്ടറുമായി ഇത് ബന്ധിപ്പിച്ചിട്ടുണ്ടെന്നും നിരീക്ഷിച്ചു. ഏത് കേസിലാണ്? ഡൈബോൾട്ട് സിസ്റ്റംസ് പ്രൈവറ്റ് ലിമിറ്റഡ് വേഴ്സസ് വാണിജ്യ നികുതി കമ്മീഷണർ. ഡൈബോൾട്ട് സിസ്റ്റംസ് പ്രൈവറ്റ് ലിമിറ്റഡ് വേഴ്സസ് വാണിജ്യ നികുതി കമ്മീഷണർ കേസിലാണ്. ഓക്കെ, ഇനി സ്പെഷ്യൽ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമുക്കിനി ആവശ്യമായിട്ട് വരുന്ന. ഇംഗ്ലീഷ് മലയാളം ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് നോക്കാം. ഓക്കെ, find the name of part of speech given in bold in the given sentence from the following options. ഏത് പാർട്ട് ഓഫ് സ്പീച്ച് എന്നാണ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. I will never follow you. I will never follow you. നെവർ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് നെവർ? ആഡ്വേർബ് ആണ്. ഫോളോ എന്ന് പറയുന്ന വെർബിനെ സ്ട്രെസ് ചെയ്ത് പറയുന്ന ആഡ്വേർബ് ആണ് നെവർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം I will never follow you ഏതാണ്? ആഡ്വേർബ് ആണ്. അടുത്ത ചോദ്യം, കറക്റ്റ് ദ ഗിവൻ സെൻറ്റൻസ് ബൈ ചൂസിങ് ദ സ്യൂട്ടബിൾ വെർബ് ഫോം ഫ്രം ദി ഫോളോയിങ് ഓപ്ഷൻസ്. ദ ഗേൾസ് ആൻഡ് ബോയ്സ് ഓഫ് ക്ലാസ് 5 who have registered for the study tour have requested for leave since yesterday. അതിനകത്ത് ഹാവ് റിക്വസ്റ്റിംഗ് അല്ല വരുന്നത്. എന്താണ് വരുന്നത്? ഹാവ് ബീൻ റിക്വസ്റ്റിംഗ് എന്നാണ് വരേണ്ടത്. ഹാവ് ബീൻ
റിക്വസ്റ്റിംഗ് എന്നാണ് പറയേണ്ടത്. ഓക്കെ, അപ്പം ദ ഗേൾസ് ആൻഡ് ബോയ്സ് ഓഫ് ക്ലാസ് 5 ഹു ഹാവ് രജിസ്റ്റേർഡ് ഫോർ ദ സ്റ്റഡി ടൂർ ഹാവ് ബീൻ റിക്വസ്റ്റിംഗ് ഫോർ ലീവ് സിൻസ് യെസ്റ്റർഡേ. ഓക്കെ, അടുത്ത ചോദ്യം, ഐഡൻറ്റിഫൈ ദ കോമ്പൗണ്ട് കോംപ്ലക്സ് സെൻറ്റൻസ് ഫ്രം ദി ഫോളോയിങ്. ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. മൈ ഫ്രണ്ട് ഹു വാസ് ഇൻ ദുബായ് കെയിം യെസ്റ്റർഡേ ആൻഡ് ഗവ് മീ സം ഗിഫ്റ്റ്സ്. അതാണ് കോമ്പൗണ്ട് കോംപ്ലക്സ് സെൻറ്റൻസിന് ഉദാഹരണം. അടുത്ത ചോദ്യം, ചൂസ് ദ കറക്റ്റ് സെൻറ്റൻസ് ഫ്രം ദി ഫോളോയിങ്. ഏതാണ്? ഇഫ് ക്ലോസിൻ്റെ തേർഡ് കണ്ടീഷനാണ്. ഇഫ് യു ഹാഡ് കം ഐ വുഡ് ഹാവ് ജോയിൻഡ്. ഇഫ് യു ഹാഡ് കം ഐ വുഡ് ഹാവ് ജോയിൻഡ്. അടുത്ത ചോദ്യം, ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ബൈ യൂസിംഗ് ദ കറക്റ്റ് പ്രപ്പോസിഷൻ ഫ്രം ദ ഓപ്ഷൻസ്. ഹി ഫോട്ട് ഫോർ ഹിസ് ലൈഫ് ദ ഹോൾ ഡേ ആണ് കറക്റ്റ്. ഓക്കെ, ഓപ്ഷൻ സി 4 ആണ് കറക്റ്റ്. ഹി ഫോട്ട് ഫോർ ഹിസ് ലൈഫ് ദി ഹോൾ ഡേ. അടുത്ത ചോദ്യം, യൂസ് ദ അപ്രോപ്രിയേറ്റ് കളക്റ്റീവ് നൗൺ ഫ്രം ദി ഓപ്ഷൻസ് ടു കംപ്ലീറ്റ് ദ ഗിവൻ സെൻറ്റൻസ്. കളക്റ്റീവ് നൗൺ ഏതെന്നാണ്? ഷീ ഫൗണ്ട് ഡാഷ് ഓഫ് ആരോസ് ഇൻസൈഡ് ദ ക്യാബിൻ. എന്താണ്? ക്യൂർ ഓഫ് ആരോസ് ആണ്. ക്യൂർ ഓഫ് ആരോസ്. ഓക്കെ, അടുത്ത ചോദ്യം ഡിലീറ്റഡ് ആണ്. അടുത്ത ചോദ്യം, ദ സ്ട്രൈക്ക് വാസ് ഡാഷ്. എന്താണ്? ഫ്രേസൽ വെർബാണ്. കോൾഡ് ഓഫ് ആണ് വരുന്നത്. ദ സ്ട്രൈക്ക് വാസ് കോൾഡ് ഓഫ്. ഷീ ഹാഡ് ടു ബൈറ്റ് ദ ബുള്ളറ്റ് ഡ്യൂറിങ് ഹർ ട്രെയിനിങ് പീരീഡ്. എന്താണ് ബൈറ്റ് ദ ബുള്ളറ്റ് എന്ന ഇഡിയം സൂചിപ്പിക്കുന്നത്? എന്താണ്? അൺപ്ലസൻറ്റ് സിറ്റുവേഷൻ ആണ്. ഷീ ഹാഡ് ടു ബൈറ്റ് ദ ബുള്ളറ്റ് ഡ്യൂറിങ് ദ ട്രെയിനിങ് പീരീഡ്. എന്താണ്? അൺപ്ലസൻറ്റ് സിറ്റുവേഷൻ ആണ്. ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ് ഫ്രം ദി ഫോളോയിങ്. ഏതാണ്? ഓപ്ഷൻ സി ആണ്. അക്വൻറ്റൻസ്. ACQUAINTANCE ആണ്. ടാൻ എന്ന് ഓർത്ത് വെച്ചേക്കുക. അക്വൻറ്റൻസ് ആണ്. ഓക്കെ, ടാൻ, അക്വൻറ്റൻസ്. മലയാളം ചോദ്യങ്ങൾ. ചുവടെ ചേർത്തിരിക്കുന്നവയിൽ ശരിയായ പദം ഏത്? ഓപ്ഷൻ സി വിമ്മിട്ടമാണ് ശരിയായത്. അടിമത്വമല്ല, അടിമത്തമാണ്. ഓക്കെ, പ്രവർത്തിയല്ല, പ്രവൃത്തിയാണ്. പീഡനത്തിന് ഡായ്ക്ക് കെട്ടുവേണ്ട. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ബാക്കി 3 തെറ്റിയത്. വിമ്മിട്ടമാണ് ഇതിനകത്ത് കറക്റ്റായിട്ട് കൊടുത്തിരിക്കുന്നത്. അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുക എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശൈലി ഏതാണ്? ഇലയിട്ട് ചവിട്ടുക. അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുക, ഇലയിട്ട് ചവിട്ടുക. മഹത് അധികം ചരിതം എന്നത് ശരിയായി ചേർത്തെഴുതുന്നത് എങ്ങനെയാണ്? മഹത് ചരിതം. മഹത്ത് അധികം ചരിതം, മഹത് ചരിതം. വണ്ട് എന്ന അർത്ഥം വരാത്ത പദം ഏതാണ്? പിപീലിക. പിപീലിക എന്താണ്? ഉറുമ്പാണ്. വണ്ട് ഏതൊക്കെ വരും? ഭ്രമരം, ഭൃംഗം, അളിയാണ് വണ്ട്. അടുത്ത ചോദ്യം, ചുവടെ ചേർത്തിരിക്കുന്നവയിൽ ശരിയായ വാക്യം ഏത്? ഓപ്ഷൻ സി ആണ് ശരി. വായനാ ദിനത്തിൽ വിദ്യാർത്ഥികൾക്കായി സാഹിത്യ മത്സരങ്ങൾ നടത്താറുണ്ട്. ഓക്കെ, അടുത്ത ചോദ്യം, ഗർഹണീയം എന്നതിൻ്റെ ശരിയായ വിപരീതം ഏതാണ്? സ്പൃഹണീയം. ഗർഹണീയം സ്പൃഹണീയമാണ്. ചുവടെ ചേർത്തിരിക്കുന്നവയിൽ ബഹുത്വത്തെ സൂചിപ്പിക്കുന്ന പദം ഏത്? ഓപ്ഷൻ സി നമ്മൾ. ബഹുത്വത്തെ സൂചിപ്പിക്കുന്ന പദം ഏതാണ്? നമ്മൾ. 98. കൊലയാനയുള്ളപ്പോൾ കുഴിയാന മതിക്കുക എന്ന പഴഞ്ചൊല്ലിൻ്റെ ആശയം എന്ത്? ശക്തരുള്ളപ്പോൾ ദുർബലർ അഹങ്കരിക്കുക. ശക്തരുള്ളപ്പോൾ ദുർബലർ അഹങ്കരിക്കുക എന്നതാണ് കൊലയാനയുള്ളപ്പോൾ കുഴിയാന മതിക്കുക എന്ന പഴഞ്ചൊല്ലിൻ്റെ ആശയം. അടുത്ത ചോദ്യം, ദിങ്മുഖം എന്ന പദം പിരിച്ചെഴുതുന്നത് എങ്ങനെയാണ്? ദിക്ക് അധികമുഖമാണ് ദിങ്മുഖം. ദിക്ക് അധികമുഖമാണ് ദിങ്മുഖം. ബ്രവിറ്റി എന്ന പദത്തിൻ്റെ ശരിയായ മലയാളം അർത്ഥം ഏതാണ്? ഓപ്ഷൻ സി സംക്ഷിപ്തത. ബ്രവിറ്റി എന്ന പദത്തിൻ്റെ ശരിയായ മലയാളാർത്ഥം ഏതാണ്? സംക്ഷിപ്തത. അപ്പം ഇത്രയുമായിരുന്നു നമുക്ക് ആവശ്യമുള്ള ചോദ്യങ്ങൾ. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അതുപോലെ SCRT ക്ലാസ്സസ് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ കയറി കണ്ട് നോക്കുക. 5th സ്റ്റാൻഡേർഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 6th സ്റ്റാൻഡേർഡ് ഇപ്പം നടന്നു പോരുന്നുണ്ട്. അപ്പം തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഓക്കെ, അപ്പം നാളെ അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം. താങ്ക് യു ഓൾ.